ഹലോ, വെൽക്കം ബാക്ക് ടു സിയാസ് റെസിപ്പീസ്. ഇന്ന് നമ്മൾ ഓവണൊന്നും ഇല്ലാതെ തന്നെ അലൂമിനിയം പാത്രത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു 2 kg നട്ടി ബബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു അലൂമിനിയം പാത്രം എടുത്തിട്ടുണ്ട്. ഏകദേശം അതിൻ്റെ അളവെന്ന് പറയുന്നത് 11.5 ഇഞ്ചാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗത്തും വെച്ചിട്ടുണ്ട്, സൈഡ്സിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഈ അലൂമിനിയം പാത്രം ഇറക്കി വെക്കുന്നത് വേറൊരു അലൂമിനിയം പാത്രം എടുത്തിട്ടുണ്ട്. ആ അലൂമിനിയം പാത്രം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4 കിലോന് ബിരിയാണിയൊക്കെ വെക്കുന്ന ഒരു അലൂമിനിയം പാത്രമാണ്. ഇതാണ് അലൂമിനിയം പാത്രം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പൊക്കെ ഇട്ട് റിങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് സിമ്പിളായിട്ട് ഇറക്കി വെച്ച് മൂടിയൊക്കെ വെക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഇത് പ്രീഹീറ്റ് ചെയ്തെടുക്കുകയാണ്. അതിന് 15 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ട് പ്രീഹീറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇനി അടുത്തത് കേക്കിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൗഡർ എടുത്തിട്ടുണ്ട്. ഈ കേക്കിലേക്ക് മൊത്തം 1/2 കപ്പ് പാലാണ് ആവശ്യം. ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ പാൽ എടുത്തിട്ട് ബൂസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇത് വാം മിൽക്കാണ്. ഇനി അടുത്തതായിട്ട് കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചു മാറ്റി വെക്കണം. അതിനൊരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത് നന്നായി തരിച്ച് വെക്കുക. ഇത് ഞാൻ 3 പ്രാവശ്യമായിട്ട് തരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ കേക്കിലേക്ക് 8 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. എഗ് യോക്കിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ്, അതുപോലെ തന്നെ 2 ടീസ്പൂൺ സുർക്ക, 1/2 കപ്പ് ഓയില്, 1/2 കപ്പ് മിൽക്ക്, പിന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബൂസ്റ്റിൻ്റെ മിക്സ്, ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി അടുത്തത് എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കലാണ്. അതിലേക്കൊരു നുള്ളു ഉപ്പിട്ടെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് കേക്കിലേക്ക് മൊത്തമായിട്ട് ഞാൻ 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഈ പൊടിച്ച പഞ്ചസാര ഇട്ടിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് സ്റ്റിഫായി ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി ഇവിടെ സ്റ്റിഫായിട്ടുണ്ട്. ഇനി അടുത്തത് എഗ്ഗ് യോക്കിലേക്ക് കുറേശ്ശെ മൈദ ഒക്കെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ മൈദ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എഗ് വൈറ്റിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അതായത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അത് കുറേശ്ശെ സാവധാനത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ പൊന്തി വന്ന എഗ് വൈറ്റ് കംപ്ലീറ്റ് താന്നു പോകും. പിന്നെ മാത്രമല്ല കേക്കാണെങ്കിൽ കുഴിഞ്ഞു പോകും, പൊന്തി വരില്ല, ഇങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതാ ഇവിടെ നന്നായിട്ട് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കണം നമ്മുടെ ബാറ്ററിൻ്റെ ഒരു പാകം. ഇനി ഞാനിതാ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അലൂമിനിയം പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാനിത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് വെക്കുകയാണ്. ഇനി ആദ്യം തയ്യാറാക്കി പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച ചെമ്പട്ടിയിലേക്ക് അതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം ഒരു 45 മിനിറ്റെങ്കിലും ബേക്ക് ചെയ്യണം. അത് ലോ ഫ്ലെയിമിൽ വേണം ബേക്ക് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഞാനൊന്ന് നോക്കിയപ്പോൾ അത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 45 മിനിറ്റ് മതി ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്യാൻ. നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്, മാത്രമല്ല നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ചൂടാറിയതിന് ശേഷം ബട്ടർ പേപ്പറൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്താൽ മതി. ഇത് തണുക്കാൻ വെച്ച സമയം കൊണ്ട് ഞാനിതാ ചോക്കോ ചിപ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ട് വൈറ്റ് ചോക്ലേറ്റ് കൊണ്ട് ചിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രീം ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാനിത് ഐസിങ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിന് ഞാനിവിടെ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഞാനിതാ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് വെറ്റാക്കുന്നുണ്ട്. നമ്മൾ കേക്കിലേക്ക് ഷുഗർ സിറപ്പ് മാക്സിമം ഒഴിച്ചു കൊടുത്താൽ തന്നെ കേക്കിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാകുക. ഇനി ഇതിൻ്റെ ഓരോ ലെയേഴ്സിൻ്റെ ഉള്ളിലും ചോക്കോ ചിപ്സും നട്ട്സും ഇട്ട് കൊടുക്കുക. അങ്ങനെ 3 ലെയേഴ്സും ചെയ്തെടുക്കുക.
അങ്ങനെ ഞാൻ 3 ലെയേഴ്സും ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് ഐസിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നന്നായിട്ട് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ബബിൾസ് ഇട്ട് കൊടുക്കുക. നമ്മുടെ കേക്കിൻ്റെ പേര് പോലെ തന്നെ ആയിരിക്കണം കേക്കിൻ്റെ ഡെക്കറേഷനും. ഇതൊരു നട്ടി ബബിൾ കേക്ക് ആണല്ലോ, അതുകൊണ്ട് തന്നെ കുറേ നട്ട്സും നല്ല ബബിൾസും വെച്ച് കൊടുക്കുക. അപ്പോൾ അതാ സൈഡ്സിലൊക്കെ നട്ട്സും മുകളിൽ ബബിൾസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബൂസ്റ്റ് പൗഡർ ഒന്ന് വിതറി കൊടുക്കുക. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷിൻ്റെ അളവെന്ന് പറയുന്നത് 1:1 ആണ്. ഇനി ഇതാ സൈഡ്സിൽ ഞാനിതാ ചോക്കോ ചിപ്സും അതേപോലെ തന്നെ നട്ട്സും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കേക്കിൻ്റെ കംപ്ലീറ്റ് ഡെക്കറേഷനും കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഫ്രിഡ്ജിൽ ഒരു 6 hours വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. പിന്നെ മാത്രമല്ല ഇത് കുറച്ചൊരു കാഷ്വലി ആയിട്ടുള്ളൊരു കേക്കും കൂടിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.